ഗർഭഗൃഹശിരപ്രോക്തം അന്തരാളം മുഖം തഥാ സുഖാസനം ഗളശൈവ ബാഹുശൈവാർത്ഥ മണ്ഡപം മഹാമണ്ഡപം കുക്ഷിസ്യാൽ പ്രാകാരം ജാനുജങ്കയോ ഗോപുരം ദേവപാദം സ്യത് ദേഹം ക്ഷേത്രം തഥ എന്നാണ്. ഈ ക്ഷേത്രം എന്നാൽ ഒരു മനുഷ്യ ശരീരമാണ്. അതാണ് ആദ്യം പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. ഗർഭഗൃഹശിരപ്രോക്തം, ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹം എന്ന് പറയുന്നത് ശിരസ്സാണ്. അന്തരാളം മുഖം തഥ, ക്ഷേത്രത്തിൻ്റെ അന്തരാളം ചുറ്റുവട്ടം അകത്തെ മുഖമാണ്. സുഖാസനം ഗളശൈവ, സുഖാസനം എന്ന് പറയുന്നത്, അതായത് ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ഈ ഗർഭഗൃഹം, സുഖാസനം, അന്തരാളം, ഇങ്ങനെ പറയുന്ന ഓരോ ഭാഗങ്ങളുണ്ട് ക്ഷേത്രത്തിന്. ഗളം കഴുത്ത്, പ്രാകാരം ജാനുജങ്കയോ അതിൻ്റെ അടുത്ത ഭാഗം കൈകാലുകൾ. അതായത് ചുരുക്കത്തിൽ ലളിതമായി പറഞ്ഞാൽ ഒരു മനുഷ്യ ശരീരം കിടത്തിയിട്ട് ഏറ്റവും അവസാനം ഗോപുരം ദേവപാദം സ്യ, ദൈവത്തിൻ്റെ പാദമാണ് ശരീരം. അപ്പോൾ ആ പാദത്തിനുള്ളിലൂടെ കടന്ന് അകത്ത് കയറി ഗർഭഗൃഹം എന്ന് പറയുന്ന ഉള്ളിലേക്ക് എത്തി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നീ നിൻ്റെ ഉള്ളിലേക്ക് കയറി നിൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച്